ഹലോ ഗൈസ്, കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. എന്തൊക്കെയായിരുന്നു തിരക്കെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തെച്ചിക്കോട്ട് അമ്പലത്തിലെ പൂരം വേല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്ന് വെച്ചാൽ ദാറ്റ് ഡേ കേട്ടോ, അതായത് 12ഉം 13ഉം അതിൽ 12ആം തീയതിയാണ് ഞാൻ അമ്പലത്തിലോട്ട് പോയത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ടായിരുന്നു, പറയുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് പറ വഴിപാടാണ്. വളരെ അകലിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് ഇവിടെ പറ വെച്ച് പോകും കേട്ടോ. അത്രമാത്രം പറയുടെ എണ്ണിയാൽ തീരാത്തത്ര പറ ഇവിടെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് ഇവിടെ പറ വയ്ക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലായിടത്തും തൊഴുത് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോൾ വെളിച്ചപ്പാട് അരിയും പൂവൊക്കെ എറിഞ്ഞ് നമ്മളെ പട്ടുകൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹം തരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനൊക്കെ ശരിക്കും കാണണമെങ്കിൽ രാത്രി കാണണം. എന്നാലും പുറത്തോട്ടുള്ള ഇപ്പോഴത്തെ വ്യൂ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ ടൈമിലാണ് വെളിച്ചപ്പാടും പരിവാരങ്ങളും ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഇവിടുത്തെ വീടുകളിലേക്ക് പറയെടുക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആ കാഴ്ചയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ ഇന്നത്തെ പൂരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റായ നമ്മളെ സ്വന്തം തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കുളിച്ച് കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്നേഹത്തോടെ രാമ എന്ന് വിളിക്കും. അപ്പോൾ രാമൻ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. പൂരത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാമനാണ്. അപ്പോൾ രാമനെ കാണാതെ നമ്മൾ ഒരു പൂരവും അല്ലെങ്കിൽ രാമനെ കാണാണ്ട് നമ്മൾ തെച്ചിക്കോട്ട് അമ്പലത്തിൽ നിന്ന് പോകാറേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ രാമനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ആൾ നല്ല സുന്ദരനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ആ ടൈമിലാണ് പറ ബാക്ക് സൈഡിൽ കൂടെ പോകുന്നത് ഞാൻ കണ്ടത്. എനിക്ക് രാമൻ്റെ ഈ നിപ്പ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ പാട്ടാണ് ഓർമ്മ വന്നത് കേട്ടോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ്, അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ പൂരപ്പറമ്പ് നിറയെ കച്ചവടക്കാരാണ്. അവിടേക്കൊന്നും പോകാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് സാരി ഉടുക്കുന്നത്. സാരി ഉടുത്തിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ, സാരി എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ ബൈ ബൈ, സീ യു.